ഭാരതത്തിലെ എല്ലാ യുവാക്കൾക്കും സൈനിക പരിശീലനവും അതിലൂടെ അച്ചടക്കവും ആത്മവിശ്വാസവും പകരുന്നതിനും അവരെ അഗ്നിവേറുകളാക്കി ജീവിത സമരത്തിന് പ്രാപ്തരാക്കുന്നതിനും വേണ്ടി ഭാരത സർക്കാർ നടപ്പാക്കുന്ന പുതിയ പദ്ധതിയാണ് അഗ്നിപഥ്. 2019 മുതൽ സൈന്യത്തിലേക്ക് സൈനികരെ തെരഞ്ഞെടുക്കാതിരുന്ന സർക്കാർ ഇനി ഈ പദ്ധതിയിലൂടെയാകും സൈനികരെ തെരഞ്ഞെടുക്കുക എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ ഉദ്ദേശിക്കുന്ന ക്രമത്തിൽ പരിപാടികൾ നടന്നാൽ 2022 ഡിസംബറിൽ അഗ്നിപഥ് പദ്ധതി അനുസരിച്ചുള്ള 46,000 അഗ്നിവീറുകളുടെ പരിശീലനം ആരംഭിക്കും. 2026 ഡിസംബറിൽ ആദ്യ ബാച്ച് സേവനം പൂർത്തിയാക്കി പുറത്തിറങ്ങും. ഓരോ വർഷവും സൈന്യത്തിൽ നിന്നും വിരമിക്കുന്ന 50,000 മുതൽ 60,000 വരെയുള്ള സൈനികർക്ക് പകരമായിരിക്കും ഈ യുവരക്തത്തിന്റെ സന്നിവേശം. ഭാവിയിൽ ഭാരത സൈന്യത്തിലേക്കുള്ള ഏക പ്രവേശന കവാടമായിരിക്കും അഗ്നിപഥ്. കമ്മീഷൻ കേഡറുകളിലേക്കുള്ളവ മാത്രമായിരിക്കും വേറെ നടക്കുക. 10ാം ക്ലാസ് പാസ്സായവരും അല്ലാത്തവരുമായ കുട്ടികൾക്കും +2 പാസ്സായവർക്കും സൈനിക പരിശീലനം നൽകി 4 വർഷത്തേക്ക് അവരുടെ സേവനം രാജ്യസുരക്ഷയ്ക്കായി ഉറപ്പാക്കുന്ന അഗ്നിപഥ് പദ്ധതി നടപ്പാക്കുവാൻ 2022 ജൂൺ 14-നാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. 17.5 വയസ്സ് പ്രായമുള്ളവർക്ക് മുതൽ 23 വയസ്സുവരെ പ്രായമുള്ളവർക്കാണ് ഈ പദ്ധതിയിലൂടെ സൈന്യത്തിലെ നോൺ കമ്മീഷൻഡ് പദവികളിലേക്ക് പ്രവർത്തിക്കാനാവുക. ആദ്യ വർഷം മാസം 21,000 രൂപ വെച്ചും, 2ാം വർഷം 23,100 രൂപ വെച്ചും, 3ാം വർഷം 25,580 രൂപ വെച്ചും, 4ാം വർഷം 28,000 രൂപ വെച്ചും ശമ്പളം ലഭിക്കും. 23ാം വയസ്സിൽ വിരമിക്കുമ്പോൾ 11.71 ലക്ഷം രൂപ പ്രതിഫലമായും ലഭിക്കും. സൈന്യത്തിലെ സ്ഥിര പദവികളിൽ 25% ഇവർക്കായിരിക്കും. CRPF-ലും ആസാം റൈഫിൾസിലും കോസ്റ്റ് ഗാർഡിലും 10% സംവരണമുണ്ടാകും. പ്രതിരോധവുമായി ബന്ധപ്പെട്ട 16 പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾക്കും സംവരണമുണ്ടാവും. ഒരു വർഷം ചുരുങ്ങിയത് 46,000 പേർക്ക് വെച്ചാവും പ്രവേശനം കൊടുക്കുക. പെൺകുട്ടികൾക്കും പ്രവേശനം കിട്ടും. 1,25,000 പേർക്ക് വരെ സെലക്ഷൻ ലഭിക്കാം. ഈ സേവനകാലം ഒരു പദവിക്കുമുള്ള പ്രായപരിധിയിൽ കണക്കാക്കുന്നതല്ല. അതായത് 4 വർഷത്തെ ഈ പരിശീലന സേവനകാലം അഗ്നിവീറുകളെ സംബന്ധിച്ചിടത്തോളം മികച്ച ഭാവിക്കുള്ള ഒരു അടിത്തറയാവും. തിരിച്ചെത്തി പഠനം തുടരുകയോ ജോലികൾക്കായി പരിശ്രമിക്കുകയോ ആവാം. മികച്ച ലോകപരിചയമടക്കമുള്ള പ്രയോജനവും ഉണ്ടാവുകയും ചെയ്യും. അഗ്നിപഥ് പദ്ധതി പ്രഖ്യാപിച്ച് 3ാം ദിവസം, അതായത് ജൂൺ 17 മുതൽ പദ്ധതിക്കെതിരെ ഭാരതത്തിലെ ഏതാനും ചില സംസ്ഥാനങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. ബീഹാറിൽ തുടക്കം കുറിച്ച പ്രക്ഷോഭം സാവകാശം ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു. സമരക്കാർ റെയിൽവേ സ്റ്റേഷനുകളും തീവണ്ടികളും കത്തിച്ചു. 400ഓളം തീവണ്ടികൾ യാത്ര റദ്ദാക്കി. കലാപത്തിൽ പങ്കെടുത്ത 1000ഓളം പേരെ അറസ്റ്റ് ചെയ്തു. 200ഓളം പേർക്കെതിരെ FIR ചുമത്തി. ഭാരതത്തിൽ ഒരു ഭീതിയുടെ അന്തരീക്ഷം പടർത്തപ്പെടുകയുണ്ടായി. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പ്രക്ഷോഭത്തെ പിന്താങ്ങി തെരുവിലിറങ്ങിയപ്പോഴേക്കും പ്രക്ഷോഭം വല്ലാത്ത രൂപം പ്രാപിച്ചിരുന്നു. പക്ഷേ സർക്കാർ ഉറച്ചു നിന്നതോടെ പ്രക്ഷോഭം പതിയെ കെട്ടടങ്ങുകയായി. ജൂൺ 20-ന് നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഭാരത് ബന്ദ് ആവിയായി. സൈന്യത്തിലേക്കുള്ള ഏക കവാടം അഗ്നിപഥ് ആവുകയും അതിനുള്ള ഉയർന്ന പ്രായപരിധി 23 വയസ്സാവുകയും ചെയ്തതോടെ അതിനപ്പുറം കടന്ന തൊഴിലന്വേഷകർക്കെല്ലാം ഈ തീരുമാനം വലിയ താണ്ഡനമായി. കോവിഡ് മൂലം പാതി വഴിയിലായ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പെട്ടവർക്കും വലിയ നിരാശ ഉണ്ടാകും. സെലക്ഷൻ പ്രക്രിയ പാതി വഴിയിലായവരുടെ കാര്യമെങ്കിലും സർക്കാർ പരിഗണിക്കേണ്ടതാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് മയക്കുമരുന്നിലും അതിനുള്ള വരുമാനം ഉണ്ടാക്കുന്നതിന് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും വ്യാപരിച്ചു പോകുന്നവരെ രക്ഷപ്പെടുത്താനുള്ള നല്ല പദ്ധതിയാണിത്. സൈനിക പരിശീലനം കുട്ടികൾക്ക് അച്ചടക്കവും ലക്ഷ്യബോധവും അനുസരണവും ഉണ്ടാക്കാൻ ഏറെ സഹായിക്കും. ഈ സേവനകാലം അവരുടെ ഔദ്യോഗിക ജീവിതത്തെ ഒരു തരത്തിലും പ്രതികൂലമായി ബാധിക്കുകയുമില്ല. 4 വർഷത്തെ ശമ്പളവും പിരിയുമ്പോൾ കിട്ടുന്ന തുകയും നല്ല ജീവിതത്തിന് അടിത്തറയിടാൻ സഹായിക്കുകയും ചെയ്യും. വാസ്തവത്തിൽ യുവാക്കൾക്കുള്ള ലോട്ടറി പോലെയാണ് ഈ പദ്ധതി. 46,000 പേർക്ക് മാത്രമാണ് അഗ്നിവീറാകുവാൻ സാധിക്കുക എന്നതാകും പരിമിതി. ഭാരതത്തിലെ യുവാക്കൾക്ക് വളരെ ഗുണകരമായ ഒരു പദ്ധതിക്കെതിരെ ഇത്രയും വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചതാരാണ്? അവരുടെ ലക്ഷ്യം എന്താണ് തുടങ്ങിയ സന്ദേഹങ്ങളാണ് ഉയരുന്നത്. സൈന്യത്തിൽ ഇപ്പോൾ 1.5 ലക്ഷത്തോളം ഒഴിവുകൾ ഉണ്ടെന്നും 2019 മുതലുള്ള ഒഴിവുകളിൽ നിയമനം നടത്തുന്നില്ലെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. 4 വർഷത്തെ സൈനിക സേവനം കൊണ്ട് ഒരു സൈനികനെ വാർത്തെടുക്കാനാവില്ലെന്നാണ് സമരക്കാർ പറയുന്നത്.
ഏറ്റവും പ്രധാനമായ ആക്ഷേപം സൈന്യത്തിലെ ജോലി നൽകുന്ന സുരക്ഷ ഈ പദ്ധതി ഇല്ലാതാക്കുമെന്നാണ്. അത് അടിസ്ഥാനമുള്ള സന്ദേഹമാണ്. സർക്കാർ ജോലിയുടെ സുരക്ഷ ഒന്ന് വേറെ തന്നെയാണ് എന്നത് സത്യം. എന്നാൽ ഇതിലൂടെ പെൻഷൻ പോലുള്ള ചിലവുകളിൽ സൈന്യത്തിനുണ്ടാകുന്ന ലാഭം സർക്കാരും സമ്മതിക്കുന്നുണ്ട്. വാസ്തവത്തിൽ പെൻഷനുകൾ സർക്കാരിന് വലിയ ബാധ്യതയായി മാറുകയാണ്. കോൺട്രിബ്യൂട്ടറി പെൻഷനിലേക്ക് 2004 ഭാരത് സർക്കാർ മാറിയത് അതുകൊണ്ടാണ്. അക്കാലത്ത് ഭാരതം ഭരിച്ചിരുന്നത് BJP സർക്കാരാണ്. അതായത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതിക്ക് 2003 തീരുമാനമെടുത്തത് BJP സർക്കാരാണ്. എന്നാൽ ആ തീരുമാനം നടപ്പാക്കിയത് UPA സർക്കാരാണ്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ആ പെൻഷൻ പദ്ധതി നടപ്പാക്കിയത്. അക്കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷം തങ്ങൾ അധികാരത്തിൽ വന്നാൽ പഴയ പെൻഷൻ രീതി തിരിച്ചു കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദൻ സർക്കാരും പിന്നീട് 2016 മുതൽ പിണറായി വിജയന്റെ ഇടതു സർക്കാരും ഭരണത്തിലെത്തിയെങ്കിലും കോൺട്രിബ്യൂട്ടറി പെൻഷൻ തുടരുകയാണ്. അതായത് ഓരോ പദ്ധതി വരുമ്പോഴും പ്രതിപക്ഷം ഉയർത്തുന്ന പ്രതിഷേധം വേണ്ടത്ര പഠിക്കാതെയും എതിർക്കാൻ വേണ്ടിയുള്ള എതിർപ്പുമായാണ് പിന്നീട് തെളിയുന്നത്. അടുത്ത കാലത്ത് കോൺഗ്രസ് സംസ്ഥാന സർക്കാരുകൾ പഴയ രീതിയിലേക്ക് പെൻഷൻ ക്രമത്തിലേക്ക് മാറിയതായി കണ്ടു. ജനങ്ങളെ കബളിപ്പിക്കുവാനുള്ള നടപടിയെന്ന് കരുതിപ്പോകുന്ന പ്രഖ്യാപനം. ഭാരിച്ച പെൻഷൻ ബാധ്യത മൂലമാണ് പലയിടത്തും ശമ്പളം പോലും മുടങ്ങുന്ന നിലയുണ്ടാകുന്നത്. കേരളത്തിലെ KSRTCയിൽ പെൻഷൻ ഏർപ്പെടുത്തിയത് കൊണ്ട് കൂടിയതല്ലേ ഇന്നത്തെ ശമ്പള പ്രതിസന്ധി? ജീവനക്കാർക്ക് എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപ് ശമ്പളം കൊടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവായിട്ടുണ്ട്. നല്ല ഉത്തരവാണ്. പക്ഷെ ഡീസൽ അടിക്കാതെ ശമ്പളം കൊടുക്കാനുള്ള വരുമാനം എങ്ങനെ ഉണ്ടാവും? പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ജീവനക്കാരെ കൊണ്ട് വല്ലാത്ത മുദ്രാവാക്യങ്ങൾ മുഴപ്പിക്കാറുള്ള ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇപ്പോൾ 3 ക്ഷാമബദ്ധ കുടിശ്ശികയാണ് ബാക്കി. ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയും ബാക്കി. 1996 മുതലുള്ള നായനാർ ഭരണത്തെ തുടർന്ന് 2001 അധികാരത്തിൽ വന്ന AK ആന്റണി സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി മൂലം ചില കർശന നടപടികൾക്ക് മുതിർന്നപ്പോൾ എന്തായിരുന്നു ഇടതുപക്ഷക്കാരുടെ എതിർപ്പ്? യാഥാർത്ഥ്യ ബോധത്തോടെ പ്രശ്നങ്ങളെ കാണാൻ എല്ലാവർക്കും സാധിക്കണം. ഭരിക്കുന്ന സർക്കാർ ഏതായാലും നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അത്തരം സാഹചര്യത്തിൽ ഇത്തരം ഒരു പദ്ധതിക്ക് പ്രശസ്തി ഏറുകയാണ്. നാടിനും നാട്ടാർക്കും നല്ലതാവുകയാണ്. 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന സ്വർണ്ണക്കള്ളക്കടത്തു കേസ് സംബന്ധിച്ച കേസിലെ പ്രതികളിൽ ഒരാളായ സ്വപ്ന സുരേഷ് പുറത്തുവിടുന്ന ആക്ഷേപങ്ങളെ നേരിടുന്നതിന് ഇടതുമുന്നണി എല്ലാ ആയുധങ്ങളും പുറത്തെടുക്കുകയാണ്. സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തലുകളിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി പിണറായി വിജയന് സുരക്ഷ ഒരുക്കുവാൻ ഇടതുമുന്നണി പൊതുസമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനു മുൻപേ കേരളത്തിലാകമാനം മുഖ്യമന്ത്രിയിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ നിരന്നു കഴിഞ്ഞു. 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം പോലെ എന്തെല്ലാം സംഭവങ്ങൾ കൂടി നടക്കാനിരിക്കുന്നു. ഭരണഘടനാ തടസ്സങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ പിണറായി തന്നെയായിരിക്കും 4 വർഷം കൂടി മുഖ്യമന്ത്രി എന്നതുകൊണ്ട് പ്രതിപക്ഷത്തിന് അത്ര ആവേശവുമില്ല. മാത്രവുമല്ല, കുഞ്ഞാലിക്കുട്ടിയുടെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട പരാതിയുമായി EDയെ സമീപിച്ച ജലീലിനെ മുഖ്യമന്ത്രി ശാസിച്ചതും അതോടെ ആ കേസ് തേഞ്ഞുമാഞ്ഞു പോയതുമെല്ലാം കളിയിലെ കളികളാണ്. ലീഗിനും പഴയ ആവേശമുണ്ടാവില്ല. അതായത് ഇനി പോരാട്ടം BJPയും CPMഉം തമ്മിലാവും. BJPയിൽ പോലും ഇക്കാര്യത്തിൽ പിണറായി വിജയന്റെ പക്ഷമുണ്ടെന്ന് ഇപ്പോൾ പറക്കുന്ന വാർത്ത. പിണറായിക്കെതിരെ വന്ന കള്ളക്കടത്ത് കേസും BJP നേതാവ് K സുരേന്ദ്രനെതിരെ വന്ന തെരഞ്ഞെടുപ്പ് കോഴക്കേസും ഏതാണ്ട് ഒരേ സമയത്ത് മന്ദീഭവിച്ചത് ശ്രദ്ധിക്കുക. സ്വപ്ന കോടതിയിൽ കൊടുത്ത രഹസ്യമൊഴിയുടെ പകർപ്പ് കിട്ടാൻ സംസ്ഥാന പോലീസ് ഔദ്യോഗികമായി ശ്രമിച്ചെങ്കിലും നടന്നില്ല. സ്വപ്ന തന്നെക്കുറിച്ച് എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് സരിതാ നായരും പകർപ്പ് കിട്ടാൻ നോക്കിയെങ്കിലും നടന്നില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് കോടതി മൊഴിയുടെ പകർപ്പ് കൊടുത്തു കഴിഞ്ഞു. അതനുസരിച്ച് സ്വപ്നയെ ED വീണ്ടും ചോദ്യം ചെയ്യുകയായി. മൊഴിയോടൊപ്പം കൊടുത്തിരിക്കുന്ന തെളിവുകൾ വെളിയിൽ വന്നാൽ മാത്രമേ പ്രതിരോധം കൃത്യമാക്കാനാകൂ എന്ന സ്ഥിതിയുമുണ്ട്. അതുകൊണ്ടാവണം മുഖ്യമന്ത്രി പൊതുവായി പ്രതികരിക്കുന്നതല്ലാതെ കൃത്യമായി പറയുന്നില്ല. സ്വപ്നയുമായി അടുത്ത ബന്ധമുള്ള അവരുടെ ഭർത്താവും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറും അടക്കം സർക്കാരിനെ സഹായിക്കാനുള്ളവരെല്ലാം നിരക്കുക അതിനുശേഷമാകും. മുഖ്യമന്ത്രിയെ സഹായിക്കുന്നതിനുള്ള ആവേശത്തിൽ സ്വപ്നയുടെ സുഹൃത്ത് സരിത്തിനെ തട്ടിക്കൊണ്ടുപോയി വല്ലാത്ത അതിക്രമം കാണിച്ച വിജിലൻസ് തലവൻ അജിത് കുമാറിനെ സ്ഥലം മാറ്റിയതും മുഖ്യമന്ത്രിക്ക് വേണ്ടി മധ്യസ്ഥ ശ്രമത്തിന് ചെന്നതായി സ്വപ്ന പറയുന്ന ഷാജ് കിരൺ BJPക്കാരനാണെന്ന് വരുത്താനുള്ള ഫോട്ടോ തെളിവുകളുമായി DFIക്കാർ തന്നെ എത്തുന്നതും
പോരാട്ടത്തിന് വരാനിരിക്കുന്ന രൂപമാറ്റങ്ങളുടെ സൂചനയാണ്. BJP വക്താവായിരുന്ന സന്ദീപ് വാര്യറും ഷാജും കൂടി കർണാടകത്തിലെ മന്ത്രി B. സുനിൽ കുമാറിനൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് പുറത്തു വന്നത്. ഫോട്ടോയുടെ പശ്ചാത്തലം വിവരിച്ചുകൊണ്ട് ഷാജ് കിരണിനെതിരെ 4 മാസം മുൻപ് കൊടുത്ത തട്ടിപ്പു കേസ് അന്വേഷിക്കാത്ത സർക്കാരിനെതിരെ സന്ദീപ് വാര്യർ തിരിച്ചടിച്ചതും സർക്കാരിന് വിമിട്ടമുണ്ടാക്കും. ഇനിയും വരും പുതിയ കഥകളും ഫോട്ടോകളും സ്ക്രീൻഷോട്ടുകളുമല്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ CPM പറഞ്ഞു തുടങ്ങിയിരിക്കുന്നതും സൂചനയാണ്. കേന്ദ്ര ഏജൻസികൾ അപകടമുണ്ടാക്കുമോ എന്ന ഭീതി ഉണ്ടെന്നതിന്റെ സൂചനയായി ഈ വ്യാഖ്യാനത്തെ ചിത്രീകരിക്കാം. അങ്ങനെ വന്നാൽ സർക്കാർ വിയർത്തേക്കാം. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് പോലെയുള്ള നീക്കങ്ങൾ ഉണ്ടാവാം. രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതിനെതിരെ ഡൽഹിയിൽ കലാപമുണ്ടാക്കുന്ന കോൺഗ്രസുകാർക്ക് അത്തരമൊരു നീക്കവുമായി കമ്മ്യൂണിസ്റ്റുകാർ വന്നാൽ എതിർക്കാനാകുമോ? കേന്ദ്ര ഏജൻസികൾ സ്വപ്നയെ മാപ്പുസാക്ഷിയാക്കുമോ എന്നെല്ലാം അറിയേണ്ടതായുണ്ട്. സ്വപ്ന പുറത്തുവിടുന്ന വാർത്തകൾ ശരിക്കും സംശയം വർദ്ധിപ്പിക്കുന്നവയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ചീറ്റിപ്പോയ പടക്കമാണ് ശിവശങ്കറിന്റെ സ്പ്രിംഗ്ലർ ഇടപാട്. ഇത് വലിയ അഴിമതിയുടെ ഏർപ്പാടാണെന്ന് ശിവശങ്കർ തന്റെ വീട്ടിൽ വെച്ച് പറഞ്ഞ കാര്യം സ്വപ്ന പുറത്തുവിട്ടു. തന്റെ കൊച്ചുമക്കൾ പോലും അത് കേട്ടതാണെന്നും അവർ പറഞ്ഞു. സംഗതി അക്കാലത്ത് വലിയ വിവാദമായപ്പോൾ കേരളത്തിൽ സാധാരണമല്ലാത്ത വിധം ഇടതുമുന്നണി ഘടകകക്ഷിയായ CPIയെ അനുനയിപ്പിക്കുവാൻ ശിവശങ്കർ തന്നെ പോയത് മറക്കാനാവില്ല. താനാണ് അതിനെ തീരുമാനിച്ചതെന്ന് ഏറ്റുപറഞ്ഞ് ശിവശങ്കർ സർക്കാരിനു വേണ്ടി ചാവയറാകാൻ തയ്യാറായതും ആരും മറന്നിട്ടില്ല. അന്തരിച്ച PT തോമസ് അക്കാലത്ത് ഇന്ന് സ്വപ്ന നടത്തുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നതാണ്. മന്ത്രി ശൈലജ ടീച്ചർ ശിവശങ്കറിനെ ശക്തമായി എതിർത്തതിലുള്ള സങ്കടവും തന്റെ വീട്ടിലിരുന്ന് ശിവശങ്കർ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് സ്വപ്ന പറയുന്നത്. കോവിഡ് കാലത്ത് അനിവാര്യമായി വന്ന PPE കിറ്റ് കച്ചവടത്തിലെ കളികളെക്കുറിച്ചും ശിവശങ്കർ പറഞ്ഞിരുന്നു. 446 രൂപയ്ക്ക് പൊതുവിപണിയിൽ കിട്ടുന്ന കിറ്റ് 1550 രൂപ വെച്ച് വാങ്ങി. 2020 മാർച്ച് 29 446 രൂപയ്ക്ക് വാങ്ങിയ കിറ്റാണ് മാർച്ച് 30 1550 രൂപയ്ക്ക് വാങ്ങിയത്. 73.96 കോടി രൂപയുടെ ഇടപാടായിരുന്നു. 7 രൂപയ്ക്ക് പൊതുവിപണിയിൽ കിട്ടുന്ന കയ്യുറ 12 രൂപയ്ക്ക് വാങ്ങി. എല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞതാണെന്ന് ശൈലജ ടീച്ചർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 12 രൂപയ്ക്ക് കൊടുക്കുന്നവർക്ക് കൊടുക്കാനാവാതെ വന്നപ്പോൾ സർക്കാർ പൊതുവിപണിയിൽ നിന്നും 7 രൂപയ്ക്ക് വാങ്ങിയ സംഭവമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ 2021 ഡിസംബർ 23 സഭയിൽ ഉന്നയിച്ച ആരോപണമാണിത്. K-ഫോൺ പദ്ധതിയിലും ഇത്തരം തട്ടിപ്പിന്റെ ചരടുകൾ ഉണ്ടെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു. ശിവശങ്കർ നടത്തിയ എല്ലാ ഇടപാടുകളെക്കുറിച്ചും അന്വേഷിക്കേണ്ട സ്ഥിതിയാണിത്. അക്കാലത്തെ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണന്റെ ഇടപാടുകളെക്കുറിച്ചും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അടുത്തിടെ നടന്ന കേരള സഭയിൽ കുപ്രസിദ്ധയായ അനിത പുല്ലയിൽ എത്തിയതിനെക്കുറിച്ചുണ്ടായ ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്തുവന്ന വെളിപ്പെടുത്തലുകളാണ് ശ്രീരാമകൃഷ്ണന്റെ കാലത്തെക്കുറിച്ച് പല കഥകളും പുറത്തു കൊണ്ടുവരുന്നത്. ഇനിയും പറയാൻ ഏറെ ബാക്കിയുണ്ടെന്നാണ് സ്വപ്ന പറയുന്നത് സത്യമായാലും അല്ലെങ്കിലും വിശ്വസിച്ചു പോകുന്ന രീതിയിലാണ് അവരെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൊതുജീവിതത്തിലെ ചില പുഴുക്കുത്തുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഭരണത്തിലും പ്രതിപക്ഷത്തും ഉള്ളവരിൽ പലരും ഭയന്നിട്ടുണ്ട്. സ്വർണ്ണ കള്ളക്കടത്തു കേസിൽ കേന്ദ്ര ഏജൻസികൾക്കും വൻപൻ സ്രാവുകളെ കുടുക്കാനായില്ലെങ്കിൽ BJP കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ വല്ലാതെ അപഹാസ്യരാകും. ലാവ്ലിൻ കേസിലെ അപ്പീൽ 6 വർഷമായി പൂഴ്ത്തി വെച്ചിരിക്കുന്നതിനേക്കാൾ ലജ്ജാകരമാകും ഈ കാര്യത്തിലുണ്ടാകുന്ന വീഴ്ച. NIAയിലെ ഉദ്യോഗസ്ഥർ പ്രതികൾക്കു വേണ്ടി അമ്പരപ്പിക്കുന്ന ഒത്താശ ചെയ്യുന്നതിന്റെ പല കഥകളാണ് പുറത്തു വരുന്നത്. തൊടുപുഴയിലെ ജോസഫ് സാറിന്റെ കൈവെട്ടു കേസ് അന്വേഷിക്കുവാൻ ആദ്യം വന്ന ഉദ്യോഗസ്ഥൻ കുറ്റം ചെയ്തവരെ ന്യായീകരിച്ചു സംസാരിച്ചതിനെ കുറിച്ചും സാറിന്റെ പരാതിയെ തുടർന്ന് അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റിയതിനെ കുറിച്ചും ജോസഫ് സാർ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥനെ കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്നും മാറ്റിയതല്ലാതെ വർഗീയ നിലപാടിനെ ശിക്ഷിച്ചതായി കണ്ടില്ല. ഇപ്പോൾ സ്വപ്ന സുരേഷും NIAയുടെ തെളിവെടുപ്പിനെ കുറിച്ച് സംശയങ്ങൾ ഉയർത്തുന്നു. സ്വപ്നയെയും ശിവശങ്കറിനെയും ഒന്നിച്ചു ചോദ്യം ചെയ്തപ്പോൾ ശിവശങ്കർ എത്തിയത് മൊബൈൽ ഫോൺ അടക്കമുള്ളവയായിട്ടായിരുന്നു എന്ന് സ്വപ്ന പറയുന്നു. ചോദ്യം ചെയ്യപ്പെടുന്നതിനായി വന്ന ശിവശങ്കർ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ച് സ്വപ്നയ്ക്ക് ഉപദേശം കൊടുക്കുകയായിരുന്നുവെന്നും സ്വപ്ന വെളിപ്പെടുത്തി. ഇത്തരക്കാർക്കെതിരെ നടപടികൾ എടുപ്പിക്കുവാൻ BJPക്ക് കഴിയണം. കാരണം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ നേരിട്ടുള്ള ചുമതലയിലുള്ള ഉദ്യോഗസ്ഥരാണവർ. ഇത്തരക്കാരിൽ നിന്നും സത്യസന്ധമായ കേസ് അന്വേഷണമോ നടപടികളോ ഉണ്ടാകുമോ?
മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന് മാത്രമല്ല, എന്തെല്ലാം കേസുകളിലെ പ്രതികളായി സസ്പെൻഡ് ചെയ്യപ്പെടുന്നവർക്കാണ് പുതിയ ലാവണങ്ങൾ കിട്ടുന്നത്. വിജിലൻസ് ഡയറക്ടർക്ക് 3-ാം പക്കം പുതിയ തസ്തികയായി. മദ്യപിച്ച് വണ്ടി ഓടിച്ച് രാത്രി പത്രപ്രവർത്തകനെ ഇടിച്ചു കൊന്ന കേസിലെ പ്രതിയും തിരിച്ചു കയറി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ പ്രതികളും തിരിച്ചു കയറി. വഞ്ചിയൂർ ട്രഷറിയിൽ നിന്നും പണം തട്ടിച്ച കേസിലെ പ്രതി ബിജുലാലും തിരിച്ചു കയറി. വിജിലൻസ് അന്വേഷണം പോലും വേണ്ടെന്ന് വെച്ചു. സമയപരിധിക്കുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യത്തിലിറങ്ങാനും സാധിച്ചു. ട്രഷറിയിലെ പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയ മിടുക്കനാണ് അദ്ദേഹം. 2.73 കോടിയുടെ തട്ടിപ്പാണ് വഞ്ചിയൂരിൽ നടന്നത്. എല്ലാം ഒതുക്കി. പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട് നടന്ന ട്രഷറി തട്ടിപ്പിലെ പ്രതിയും തിരിച്ചു കയറി. സ്ത്രീപീഡന കേസിൽ പ്രതികളായി ശിക്ഷാ നടപടിക്ക് വിധേയരായ ശശിമാരും ഗോപിമാരും ഒക്കെ അകത്തായി. പരാതി കൊടുത്തവരും കുടുക്കിയവരും പുറത്ത്. ആർക്കാണ് പാർട്ടിയിൽ കൂടുതൽ സ്വാധീനം? പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമ്മ ഹിരബ മോദിയുടെ 100-ാം പിറന്നാളിനെ കുറിച്ച ബ്ലോഗിലെ വാക്കുകൾ അമ്മയെക്കുറിച്ചുള്ള ഒരു മകന്റെ കേവലം ഹൃദയസ്പർശിയായ വാക്കുകൾ എന്നതിനേക്കാൾ ആവശ്യം കഴിഞ്ഞവരെയും ഇല്ലാത്തവരെയും എറിഞ്ഞു കളയുന്ന ത്രോ എവേ കൾച്ചറിലേക്ക് അതിവേഗത്തിൽ പായുന്ന ആധുനിക സമൂഹത്തിന് ആത്മശോധനയ്ക്കും മനപരിവർത്തനത്തിനുമുള്ള നല്ല പ്രകാശ ബിന്ദുക്കളായി. ഒപ്പം മാതൃത്വത്തിന്റെ മഹത്വവും ഉത്തരവാദിത്വവും മനസ്സിലാക്കാത്തവർക്കെല്ലാമുള്ള ആത്മശോധനയും. എൻ്റെ ജീവിതത്തിലെ നന്മയായിട്ടുള്ളതെല്ലാം എൻ്റെ സ്വഭാവത്തിലുള്ള എല്ലാ നന്മയും എൻ്റെ മാതാപിതാക്കളുടെ സംഭാവനയാണെന്ന് മോദി കുറിച്ചു. എല്ലാ അമ്മമാരെ പോലെയും എൻ്റെ അമ്മയും ഒരു സാധാരണക്കാരിയാണ്, അസാധാരണ സിദ്ധികളുള്ളവളും. എൻ്റെ ഈ കുറിപ്പ് വായിക്കുവാൻ ഇടയാകുന്നവർ തങ്ങളുടെ അമ്മയെക്കുറിച്ച് ഓർമ്മിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒരു അമ്മയുടെ പരിത്യാഗങ്ങളാണ് ഒരു നല്ല മനുഷ്യ വ്യക്തിയെ രൂപീകരിക്കുന്നത്. അവളുടെ സ്നേഹം ഒരു കുഞ്ഞിനെ മാനുഷിക മൂല്യങ്ങളും സഹാനുഭൂതിയും കൊണ്ട് നിറയ്ക്കുന്നു. ഭക്തരുടെ സ്വഭാവം അനുസരിച്ചാണ് ദൈവങ്ങളെ തെരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നത് പോലെ നമ്മുടെ സ്വഭാവവും മാനസിക അവസ്ഥയും അനുസരിച്ചാണ് നാം അമ്മമാരെയും മാതൃത്വത്തെയും മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നും അദ്ദേഹം പറയുന്നു. മഴക്കാലത്ത് ചോരുന്നതായിരുന്നു തങ്ങളുടെ വീടിന്റെ മേൽക്കൂരയും. വീടിനകത്ത് വെള്ളപ്പൊക്കവും ഉണ്ടാവും. ബക്കറ്റും അതുപോലുള്ള വീട്ടുപകരണങ്ങളും എല്ലാം എടുത്ത് അമ്മ ആ വെള്ളം ശേഖരിക്കും. അമ്മ വളരെ ശാന്തമായി എല്ലാം കൈകാര്യം ചെയ്യും. ഈ വെള്ളം അടുത്ത ഏതാനും ദിവസത്തേക്ക് അമ്മ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. ജലവിനിയോഗത്തിന്റെ എത്രയോ നല്ല മാതൃക എന്ന് മകൻ പ്രധാനമന്ത്രി ഓർമ്മിക്കുന്നു. ഒരു തരി ഭക്ഷണം പോലും പാഴാക്കുവാൻ അമ്മ സമ്മതിച്ചില്ല. വേണ്ടത് മാത്രം എടുക്കണമെന്നായിരുന്നു അമ്മയുടെ ചിട്ട. ഇന്നും അമ്മ അങ്ങനെയാണ്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ അമ്മ ഏറെ ശ്രദ്ധിച്ചു. കൊച്ചു വീടായിരുന്നു ഞങ്ങളുടേത്. എന്നാൽ അമ്മയുടെ ഹൃദയം ഏറെ വലുതായിരുന്നു. ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്ത ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ പൊടുന്നനെ മരിച്ചപ്പോൾ അച്ഛൻ അദ്ദേഹത്തിൻ്റെ മകൻ അബ്ബാസിനെയും ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങളോടൊപ്പം താമസിച്ചാണ് പഠനം പൂർത്തിയാക്കിയത്. ഞങ്ങളോടുള്ള അതേ സ്നേഹം അമ്മ അബ്ബാസിനോടും കാണിച്ചു. വർഷങ്ങൾ കഴിഞ്ഞിന്ന് പലരും അമ്മയോട് ചോദിക്കാറുണ്ട്, മകൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയതിൽ അഭിമാനമുണ്ടോ എന്ന്. അമ്മ ഒരു ദീർഘനിശ്വാസത്തോടെ പറയും, നിങ്ങളെപ്പോലെ എനിക്കും അഭിമാനമുണ്ട്. ഒന്നും എൻ്റെ നേട്ടമല്ലല്ലോ, ദൈവത്തിൻ്റെ പദ്ധതിയിലെ വെറും ഉപകരണം മാത്രമല്ലേ ഞാൻ. ഒരു പൊതുപരിപാടിക്കും അമ്മ എന്നോടൊപ്പം വരില്ല. 2 അവസരത്തിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. ഒന്ന്, ഞാൻ ഏകാന്ത യാത്രയ്ക്ക് ശേഷം ശ്രീനഗറിലെ ലാൽ ചൗക്കിൽ പതാക ഉയർത്തിയ ശേഷം മടങ്ങിയെത്തിയ വേളയിൽ അഹമ്മദാബാദ് വേദിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ വന്നെൻ്റെ നെറ്റിയിൽ തിലകം ചാർത്താനായിരുന്നു ഒന്ന്. വളരെ വികാരനിർഭരമായ ഒരു അവസരമായിരുന്നു അത്. കാരണം ഏകാന്ത യാത്ര നടക്കുന്ന സമയത്ത് ഫഗാഡയിൽ ഒരു തീവ്രവാദി ആക്രമണം നടക്കുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അടുത്തത് 2001 ഞാൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും. മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് എൻ്റെ ഗുരുക്കന്മാരെ പരസ്യമായി ആദരിക്കുവാൻ ഞാനൊരു പരിപാടി സംഘടിപ്പിച്ചു. എൻ്റെ ഏറ്റവും വലിയ ഗുരുവായ അമ്മയെയും ചടങ്ങിൽ ആദരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അമ്മ സമ്മതിച്ചില്ല. അമ്മ പറഞ്ഞു, നിന്നെ പ്രസവിച്ചത് ഞാനാണ് എന്നത് സത്യമാണ്. ഞാൻ ഒരു സാധാരണക്കാരി. പക്ഷെ നിന്നെ പഠിപ്പിച്ചതും വലുതാക്കിയതും സർവശക്തനാണ്. അമ്മ വിട്ടു നിന്നെങ്കിലും എൻ്റെ ആദ്യകാല ഗുരു അന്തരിച്ച ജദാബായ് ജോഷിജിയുടെ കുടുംബത്തിലെ ആരെയെങ്കിലും മറക്കാതെ ക്ഷണിക്കണമെന്ന് അമ്മ ഉപദേശിച്ചു. ഔപചാരിക വിദ്യാഭ്യാസം നടത്താതെയും വിദ്യ അഭ്യസിക്കാമെന്ന് എന്നെ പഠിപ്പിച്ചത് അമ്മയാണ്. അമ്മയുടെ ചിന്താരീതിയും ദീർഘവീക്ഷണവും എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പൗര എന്ന നിലയിലുള്ള തൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അമ്മ എന്നും ബോധവതിയായിരുന്നു. വോട്ടെടുപ്പ് തുടങ്ങിയ കാലം മുതൽ ഒരു തെരഞ്ഞെടുപ്പിലും അമ്മ വോട്ട് ചെയ്യാതിരുന്നിട്ടില്ല. ഏതാനും ദിവസം മുൻപ് ഗാന്ധിനഗർ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും അമ്മ വോട്ട് ചെയ്യാൻ പോയി. വീട് വിട്ട് പൊതുപ്രവർത്തനത്തിനിറങ്ങാനുള്ള തീരുമാനം പറഞ്ഞപ്പോൾ അച്ഛൻ വലിയ എതിരായിരുന്നു. തോന്നിയ പോലെ ചെയ്യാൻ അരിശത്തോടെ പറയുകയായിരുന്നു.
അമ്മയാകട്ടെ മനസ്സ് പറയുന്നത് പോലെ ചെയ്യണമെന്നാണ് ഉപദേശിച്ചത്. അവസാനം അച്ഛനും സമ്മതിച്ചു. അതിന് അമ്മ ഒരു വഴി കണ്ടു. എൻ്റെ ജാതകം ജ്യോതിഷിയെ കാണിക്കുവാൻ അച്ഛനെ ഉപദേശിച്ചു. അതുകണ്ട് ഞങ്ങളുടെ ബന്ധു കൂടിയായ ജ്യോതിഷി പറഞ്ഞു, അവൻ വേറെ വഴിക്കേ പോകൂ, സർവശക്തൻ നിശ്ചയിച്ച വഴിക്ക് മാത്രം. അച്ഛനും സമ്മതിച്ചു. അമ്മ നിഘണ്ടുവിലെ കേവലം ഒരു വാക്കല്ല എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന കുറിപ്പിൽ അദ്ദേഹം പറയുന്നു, അമ്മ എന്ന വാക്ക് സ്നേഹം, ക്ഷമ, ശരണം തുടങ്ങിയ എത്രയോ പറ്റം വികാരങ്ങളുടെ സംയുക്തമാണ്. ലോകത്താകമാനം രാജ്യത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറം കുട്ടികൾക്ക് അമ്മ സ്നേഹം കിനിയുന്ന അനുഭവമാണ്. ഒരു ശിശുവിനെ പ്രസവിക്കുക മാത്രമല്ല ഒരു അമ്മ ചെയ്യുക, പിന്നെയോ ആ കുഞ്ഞിന്റെ മനസ്സിനും വ്യക്തിത്വത്തിനും ആത്മവിശ്വാസത്തിനും രൂപം കൊടുക്കുന്നതും അമ്മയാണ്. ഈ പ്രക്രിയയിൽ അമ്മ തങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിസ്വാർത്ഥമായി ബലിയർപ്പിക്കുന്നു. അദ്ദേഹം ആമുഖത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടി. ദാരിദ്ര്യവും അനുബന്ധ വെല്ലുവിളികളുമായി നിരന്തരം പോരടിക്കുമ്പോഴും എൻ്റെ മാതാപിതാക്കൾ സത്യത്തിന്റെ വഴി ഒരിക്കലും വിട്ടു നടന്നില്ല. തങ്ങളുടെ ആത്മാഭിമാനം ഒരിക്കലും ബലി കഴിച്ചില്ല. കഠിനാധ്വാനം മാത്രമായിരുന്നു അവരുടെ മന്ത്രം. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് അമ്മയെ കാണാൻ എത്തിയപ്പോൾ അമ്മ പറഞ്ഞു, നീ ചെയ്യാൻ പോകുന്ന ജോലിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, പക്ഷേ കൈക്കൂലി വാങ്ങരുത്. അമ്മ പറഞ്ഞു. എൻ്റെ അമ്മയുടെ ജീവിത കഥയിൽ ഞാൻ കാണുന്നത് പരിത്യാഗവും ത്യാഗങ്ങളും ഭാരതത്തിലെ മാതൃശക്തിയുടെ സംഭാവനയുമാണ്. എൻ്റെ അമ്മയെയും അവളെ പോലെയുള്ള കോടിക്കണക്കിന് അമ്മമാരും കാണുമ്പോൾ ഇന്ത്യൻ വനിതയ്ക്ക് നേടാനാവാത്ത ഒന്നുമില്ലെന്ന ചിന്ത എന്നിൽ നിറയുന്നു. ഇല്ലവല്ലായ്മകളുടെ എല്ലാ കഥകളേക്കാളും ഉന്നതമാണ് ഒരു അമ്മയുടെ തിളക്കമാർന്ന കഥ. എല്ലാ പോരാട്ടങ്ങളെക്കാളും എത്രയോ ഉന്നതമായ ഒരു അമ്മയുടെ ഉറച്ച തീരുമാനം. ഇത്തരത്തിൽ വ്യക്തിപരമായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ബലിയർപ്പിച്ച് മക്കളെ വളർത്തി വലുതാക്കുന്ന അമ്മമാർ ഒരുപക്ഷെ വനിതാ വിമോചന പ്രസ്ഥാനകർക്ക് പിടിക്കാനിടയില്ലാത്ത പ്രതീകങ്ങളാകാം. അത്തരത്തിലുള്ള വിമോചന ചിന്തകളും അതിനു ചേർന്ന പ്രവർത്തികളുമാണ് കുടുംബ ബന്ധങ്ങളിലെ അപജയത്തിന് കാരണം. സ്നേഹം ത്യാഗമാണ്. അത് കൊടുക്കാതെ സ്നേഹം കിട്ടില്ല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാനും ഉൾവിളി ഉണ്ടാവില്ല. ഷീലോന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.